ടെസ്റ്റ് എഴുതി ലക്ഷം നമ്പറുകളാണ് വന്നത്. ഒരു കുഞ്ഞിനെ എടുത്തിട്ടില്ല. ആയിട്ട് കാര്യമില്ല. ഇതൊക്കെ നിങ്ങളെ കൊച്ചുമീനൊക്കെ കണ്ണമീനെ പിടിക്കുക, നിങ്ങളെ ഓരോ സ്കൂളുകൾ പഠിപ്പിച്ച് ഓരോ കോഴ്സുകൾ ഓരോ നിലയ്ക്ക് എത്തിച്ച് നിങ്ങളെ PSC ടെസ്റ്റ് എഴുതിക്കുക. കാരണം മനുഷ്യൻ അടങ്ങി നിർത്തണ്ടേ. ഈ പഠിച്ചവർക്കൊക്കെ ജോലി കൊടുക്കാൻ ഇവിടെ സ്ഥലമുണ്ട്. ഇവിടെ ആശുപത്രി പണിയിലാണ് ജനങ്ങൾ. കാശുണ്ടാക്കിയ ആശുപത്രിയും കോളേജും പണിയില്ല. ഈ കേരളത്തിൽ എത്ര എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചുകൂട്ടി കിടക്കണമെന്നൊന്നും എനിക്ക് പറയും. പഠിക്കാൻ പിള്ളേര് +2 ഇവിടെ കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് നെതർലാൻഡിൽ പോകണം, ഹോളണ്ടിൽ പോകണം, UK പോകണം, ഐലൻഡിൽ പോകണം, അമേരിക്ക പോകണം. ഇവിടുത്തെ പഠിത്തം എന്നിട്ട് അവിടെ പോയി ലക്ഷങ്ങൾ തകർത്തിട്ട് തോന്നിയാസം കഴിഞ്ഞിട്ട് പോയില്ല. ഇത് ജോലി കിട്ടില്ല. ഇപ്പം പുറത്ത് പോയ കൊച്ചുങ്ങൾക്ക് പുറത്ത് പണിക്ക് കിട്ടില്ല. പണം ചെലവിട്ട് പഠിക്കണം. ഒരു നേരം പണി ഒരു നേരം പഠിക്കണം. പിന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ പറയാൻ പിന്നെ പേര് വേണമല്ലോ. ഇവിടെ ലോകത്ത് നടന്ന് ഞങ്ങൾ പറഞ്ഞു തരാൻ നോക്കാത്ത പിള്ളേരെ എവിടെയും പോയി ചാവട്ടെ എന്ന് പറഞ്ഞതാണ്. സംഘടനമാരെ ആദ്യം അടിച്ചു പോയതാണ്. അവർക്ക് ലോൺ എടുത്ത് പിള്ളേരെ കണ്ടോണ്ടി പറഞ്ഞത്. പിള്ളേര് കുറഞ്ഞതിനൊക്കെ തോന്നാൻ ഈ അച്ഛനമ്മമാർ കണ്ടെടുത്ത് വീട് നഷ്ടപ്പെട്ടും ലോൺ എടുത്തും കുടുംബം പോയിട്ടും എന്താ നിങ്ങൾ ചെയ്തത്? പിള്ളേര് നമ്മുടെ നാട്ടിൽ പഠിക്കാണ്ടല്ലോ. ഇവിടെ പഠിച്ചാൽ മതി. ഇവിടെ പഠിച്ച ജോലി കിട്ടില്ല. ഇവിടെ എന്തെല്ലാം പഠിക്കാൻ പറ്റുന്നത് കണ്ടു കേട്ടവർക്ക് പോയി പഠിക്കണം. പഠിക്കാൻ പോകാന്ന് പറഞ്ഞപ്പോൾ വഴിതെറ്റി പോവുകയാണ്. അവർ സർട്ടിഫിക്കറ്റ് ഒന്നും ഇവിടെ ജോലി കിട്ടില്ല. തെറ്റിയെ പോയി ഡോക്ടർ 2 കോടി പോലും ഡോക്ടർ ഞാൻ പഠിച്ചിരുന്ന 6 കൊല്ലം കഴിഞ്ഞ പഠിപ്പ് ഇവിടെ ജോലി കിട്ടും. ഇവിടുത്തെ ടെസ്റ്റ് എഴുതി പാസ്സാവണം. അത് പെട്ടെന്ന് എല്ലാ ഓരോ കാര്യം നടക്കണം. അറിയില്ല. പഠിക്കുന്ന പിള്ളേർക്ക് പഠിച്ച പോകത്തെ തൊള്ളയെ തോന്നുന്നു പറയും സാധാരണ ഭക്ഷണമൊക്കെ പ്രാർത്ഥിക്കുക.